എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ക്രോം ബ്രൗസറിലും എഡ്ജ് ബ്രൗസറിലും Ashot എന്ന ലൈബ്രറി യൂസ് ചെയ്ത് ഫുൾ പേജ് സ്ക്രീൻഷോട്ട് എടുക്കുന്നത് എന്നുള്ളതാണ്. സെലീനിയം യൂസ് ചെയ്ത് നമുക്ക് ക്രോമിലും എഡ്ജിലും ഫുൾ പേജ് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് Ashot എന്ന ലൈബ്രറി ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. Ashot എന്ന ലൈബ്രറി യൂസ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് വേണ്ടി മേവം പ്രൊജക്റ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ form.xml ഫയലിനകത്ത് ഈ ഡിപ്പെൻഡൻസി ആഡ് ചെയ്യണം. അതുപോലെ ജാവ പ്രൊജക്റ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊജക്റ്റിന്റെ ബിൽഡ് പാത്തിനകത്ത് Ashot എന്ന ലൈബ്രറിയുടെ ജാർ ഫയൽ ആഡ് ചെയ്തിരിക്കണം. ഞാൻ ഈ ഡിപ്പെൻഡൻസിയുടെ ലിങ്ക് ഞാൻ കാണിക്കാം. ഇതാണ് Ashot എന്ന ലൈബ്രറിയുടെ മേവൻ ഡിപ്പെൻഡൻസി. ലേറ്റസ്റ്റ് വെർഷനായ 1.5.4 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡിപ്പെൻഡൻസി form.xml ഫയലിലേക്കോ അല്ലെങ്കിൽ ജാവ പ്രൊജക്റ്റ് ആണെങ്കിൽ ബിൽഡ് പാത്തിലേക്കോ ജാർ ഫയൽ ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. ജാർ ഫയൽ ഈ പർട്ടിക്കുലർ ലിങ്കിന് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ എൻ്റെ പ്രൊജക്റ്റിനകത്ത് ഓൾറെഡി form.xml ഫയലിനകത്ത് Ashotന്റെ ഡിപ്പെൻഡൻസി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന ഡിപ്പെൻഡൻസി. അപ്പോൾ നമ്മൾ ഫുൾ പേജ് സ്ക്രീൻഷോട്ട് എടുക്കാൻ പോകുന്നത് Amazon.in എന്നുള്ള ഈ പർട്ടിക്കുലർ വെബ്സൈറ്റിലെ സ്ക്രീൻഷോട്ട് ആയിരിക്കും നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇത്ര സ്ക്രോൾ ഉണ്ട്. ഇത്രയും ഭാഗം Ashot സ്ക്രോൾ ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി എക്ലിപ്സിനകത്ത് ഒരു ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് ഫുൾ പേജ് ക്രോം ആൻഡ് എഡ്ജ്. ഈ ഒരു ഒറ്റ ക്ലാസ് വെച്ച് ഞാൻ ക്രോമിന്റെ എഡ്ജിന്റെ ഫുൾ പേജ് സ്ക്രീൻഷോട്ട് എടുക്കുന്നത് ഡെമോ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി 4 ലൈൻസ് ഓഫ് കോഡ് എഴുതിയിട്ടുണ്ട്. ഒന്ന് ക്രോം ഡ്രൈവർ ഇൻസ്റ്റൻസ് ഓപ്പൺ ചെയ്യാനും പിന്നെ വിൻഡോ മാക്സിമൈസ് ചെയ്യാനും അതിനുശേഷം ഓപ്പൺ ചെയ്ത് വരുന്ന ക്രോമിനകത്ത് ആമസോണിന്റെ URL ലോഡ് ചെയ്യാൻ അതിനുശേഷം ഡ്രൈവർ വിൻഡോ ക്ലോസ് ചെയ്യാനുള്ള 4 കമാൻഡ്സ് ആണ് മൊത്തം എഴുതിയിരിക്കുന്നത്. ഇനി ഈ പർട്ടിക്കുലർ വെബ്സൈറ്റ് ലോഡ് ചെയ്ത് കഴിഞ്ഞാണ് നമുക്ക് Ashot യൂസ് ചെയ്ത് ഫുൾ പേജ് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത്. അതിനുവേണ്ടി ആദ്യമേ Ashotന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ന്യൂ Ashot ഡോട്ട് ഷൂട്ടിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. അതിനകത്ത് ഷൂട്ടിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് നമുക്ക് ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡോട്ട് വ്യൂ പോർട്ട് പേസ്റ്റിംഗ് എന്നൊരു മെത്തേഡ് ഉണ്ട്. ഇത് സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. സ്ക്രോൾ ചെയ്തായിരിക്കും Ashot സ്ക്രീൻഷോട്ട് എടുക്കുന്നത്. അതിനുശേഷം ഡോട്ട് ടേക്ക് സ്ക്രീൻഷോട്ട് എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യുക. അതിനുശേഷം ഡ്രൈവർ ഒബ്ജക്റ്റ് റെഫറൻസ് പാസ് ചെയ്യുക. ഞാനിതൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുവാണ്, സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞ്. അതിനുശേഷം ഇതിന് ലോക്കൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഈ ഒബ്ജക്റ്റ് റെഫറൻസ് വേരിയബിൾ, അതായത് സ്ക്രീൻഷോട്ട് എന്ന ഒബ്ജക്റ്റ് റെഫറൻസ് വേരിയബിളിനകത്ത് ഇപ്പം സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ട്. ഇനി ആ സ്ക്രീൻഷോട്ട് നമ്മുടെ പ്രൊജക്റ്റിലെ സ്ക്രീൻഷോട്ട്സ് എന്ന ഫോൾഡറിലേക്ക് ആഡ് ചെയ്യാനുള്ള കോഡ് നമുക്ക് എഴുതണം. അതിനുവേണ്ടി ഇമേജ് IO എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. ജാവയ്ക്കകത്തെ ഒരു ക്ലാസ് ആണ്. ഇത് യൂസ് ചെയ്ത് നമുക്ക് റൈറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ Ashot വെച്ച് എടുത്തു വെച്ചിരിക്കുന്ന ഫുൾ പേജ് സ്ക്രീൻഷോട്ട് ഇമേജ് IO എന്ന ക്ലാസ്സിനകത്തെ റൈറ്റ് എന്ന മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ഏത് ഫോൾഡറിലേക്കാണോ സ്ക്രീൻഷോട്ട് സേവ് ചെയ്യേണ്ടത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇമേജ് IO ഡോട്ട് റൈറ്റ് എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യുന്നു. ഇത് 3 പാരാമീറ്റേഴ്സ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ടിൽ നിന്ന് ഇമേജ് എടുക്കണം. സ്ക്രീൻഷോട്ട് ഡോട്ട് ഗെറ്റ് ഇമേജ് എന്നൊരു മെത്തേഡ് ഉണ്ട്. അതിനുശേഷം ഏത് ഫോർമാറ്റിലാണ് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യാം. ഡബിൾ കോട്സിനുള്ളിൽ PNG എന്ന് ഞാൻ കൊടുക്കുന്നു. അതിനുശേഷം എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ന്യൂ ഫയൽ വെച്ച് നമ്മൾ പാസ് ചെയ്യണം. ഫയൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം
സ്ക്രീൻഷോട്ട്സ് എന്ന ഫോൾഡറിനകത്ത് നമ്മൾ ആമസോൺ ക്രോം .png എന്നൊരു സ്ക്രീൻഷോട്ട് ആയിരിക്കും സ്ക്രീൻഷോട്ട് എന്ന ഫോൾഡറിനകത്ത് ജനറേറ്റ് ആകുന്നത്. ഫയൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ക്ലാസ് റൺ ചെയ്ത് ഫുൾ പേജ് സ്ക്രീൻഷോട്ട് ക്രോമിലെ സ്ക്രീൻഷോട്ട്സ് എന്ന ഫോൾഡറിലേക്ക് സേവ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. ഈ പേജിലായിരിക്കും സേവ് ആകുന്നത്. നിലവിൽ അങ്ങനെ ഒരു ഫയൽ ഈ ഫോൾഡറിനകത്തില്ല. ഞാൻ റൺ ചെയ്യുകയാണ് ജാവ ക്ലാസ് റണ്ണേഴ്സ് ജാവ ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് കാണാം സ്ക്രോൾ ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കുന്നത്. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. ആമസോൺ ക്രോം .png എന്ന് പറഞ്ഞൊരു സ്ക്രീൻഷോട്ട്സ് ഫോൾഡറിനകത്ത് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. ആ ഫുൾ സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എഡ്ജിലും കൂടെ വർക്ക് ആവുമെന്ന് വെരിഫൈ ചെയ്യാം. ഞാൻ ക്രോം ഡ്രൈവർ മാറ്റി എഡ്ജ് ഡ്രൈവർ ആക്കുവാണ്. ഇമ്പോർട്ട് ചെയ്യുന്നു എഡ്ജ് ഡ്രൈവർ. അതിനുശേഷം ഞാൻ ഈ ജാവ ക്ലാസ് ഒന്ന് റൺ ചെയ്യുവാണ്. റൺ ചെയ്യുന്നതിന് മുമ്പ് ഈ ഫയലിന്റെ പേര് നമുക്ക് മാറ്റാം. ഇത് എഡ്ജ് എന്നാക്കാം. ക്രോമും എഡ്ജിലും എടുത്താക്കുന്ന ഫുൾ പേജ് സ്ക്രീൻഷോട്ട് ആ ഡിഫറൻസ് കാണാൻ വേണ്ടിയാണ് ഞാൻ ഫയൽ നെയിം മാറ്റിയത്. ഞാൻ റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റണ്ണസ് ജാവ ആപ്ലിക്കേഷൻ. എഡ്ജ് ഓപ്പൺ ആയി. സ്ക്രോൾ ചെയ്ത് ഇപ്പം ഏഷോട്ട് ലൈബ്രറി സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. ആമസോൺ എഡ്ജ് .png എന്ന് പറഞ്ഞൊരു ഫയൽ സ്ക്രീൻഷോട്ട്സ് എന്ന ഫോൾഡറിനകത്ത് ജനറേറ്റ് ആയി വന്നു. നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്യാം. കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഫുൾ പേജ് സ്ക്രീൻഷോട്ട് ഏഷോട്ട് എന്ന ലൈബ്രറി യൂസ് ചെയ്ത് ഇങ്ങനെയാണ് ക്രോമിലും എഡ്ജിലും നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത്. ജസ്റ്റ് 2 ലൈൻസ് ഓഫ് കോഡ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സ് ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.